ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈര് മുളക് കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ചോറിന് വേറെ ഒഴിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന തൈര് മുളക് കറി നമുക്ക് നോക്കാം. അതിനായി ഞാൻ ഒരു 12 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ എടുക്കണം കേട്ടോ. ഇതൊന്ന് കീറിയെടുക്കണം. ഇതുപോലെ നമുക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് കീറിയെടുക്കണം. നടുക ഇങ്ങനെ കീറിയിട്ട് വെക്കണം. കണ്ടോ? ഇതുപോലെ എല്ലാം നമുക്ക് കീറിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് കീറിയെടുത്തിട്ട് വരാം. ഇതുപോലെ ഞാൻ എല്ലാം നടുക കീറിയെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെയാണ് മുളക് കീറിയെടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 5-6 വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 8 ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. ഉള്ളി ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, നമുക്കൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 സ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കേട്ടോ. നല്ല ടേസ്റ്റുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. തൈര് മുളക് കൊണ്ടാട്ടം എന്നൊക്കെ പറയും. നല്ലൊരു ഒഴിച്ച് കറിയാണ്, ടേസ്റ്റി ആയിട്ടുള്ള. വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ തൈര് മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണാം കേട്ടോ. കണ്ടോ? കണ്ടോ? ഇങ്ങനെ ഉണ്ടാവുക. നമുക്കിതിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തൈര് മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.
താങ്ക് യു.